എല്ലാവർക്കും നമസ്കാരം. ഒരു മഹാവ്യാഴമാറ്റമാണ് ഇനി വരാൻ പോകുന്നത്. എന്താണ് ഈ വ്യാഴമാറ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്കാണ് രാശിമാറ്റം ചെയ്യുന്നത്. ഈ മിഥുനൻ രാശി എന്ന് പറയുന്നത് കർമ്മ പുരോഗതി തരുന്ന ബുധൻ്റെ ആധിപത്യമുള്ള രാശിയാണ്. അതുകൊണ്ട് തന്നെ ഈ രാശിമാറ്റം ഇതിൽ പറയാൻ പോകുന്ന 15 നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വലിയ അളവിലുള്ള സ്വാധീനം ചെലുത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഈ രാശിമാറ്റം സംഭവിക്കുന്നത് ഇനി വരാൻ പോകുന്ന മെയ് മാസത്തിലാണ്. സൂക്ഷ്മമായിട്ട് പറഞ്ഞാൽ 15/5/2025 വ്യാഴാഴ്ച രാവിലെ 8:52 ഈ വ്യാഴപ്പകർച്ച സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉണ്ടാകുന്നത്, എന്തിനാണ് ഇപ്പോൾ ഈ 6 മാസം മുൻപേ തന്നെ ഈ വ്യാഴമാറ്റത്തെ പറ്റി അറിയിപ്പ് തരുന്നത് എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, ഈ 6 മാസം എന്നത് ധാ പോയി ദേ വന്നു എന്ന് പറയുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് അങ്ങോട്ട് കടന്നു പോകുന്നതാണ്. അതുമാത്രവുമല്ല, ഈ കഴിഞ്ഞ വ്യാഴമാറ്റം വളരെ പ്രതികൂലമായിട്ടാണ് ഒട്ടുമിക്ക ആളുകൾക്കെല്ലാം വന്നു കിട്ടിയത്. അതിന് പറയാൻ കാരണം, ഈ വ്യാഴമേറിയ പങ്കും ഇനേർട്ടായി സഞ്ചരിക്കുകയായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം വരാൻ പോകുന്ന ഈ വ്യാഴമാറ്റം ഒരു സംശയവും വേണ്ട, നിങ്ങൾ എഴുതി വെച്ചോളൂ, നിങ്ങൾ 27 നക്ഷത്രക്കാർക്കും ഗുണങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. എന്നാൽ ഇതിൽ പറയാൻ പോകുന്ന 15 നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ വർഷത്തെ ഈ വ്യാഴമാറ്റത്തിൻ്റെ ഫലമായി ഗുണത്തേക്കാളേറെ ഏകദേശം നോക്കിയാൽ നഷ്ടങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായ സകല ആദിവ്യാധികളും ഇവർക്ക് ഈ പ്രാവശ്യം അങ്ങോട്ട് പരിപൂർണമായിട്ട് തന്നെ ഒഴിഞ്ഞു പോകുന്നതാണ്. ഇത് ഈ പറഞ്ഞത് ഈ 15 നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ഏതൊക്കെ മേഖലകളിൽ പ്രകാശിക്കുമെന്ന് ചോദിച്ചാൽ, ഗൃഹനിർമ്മാണം, കർമ്മ പുരോഗതി, സാമ്പത്തിക പുരോഗതി, സന്താനലബ്ധി, ശത്രുവിനാശം, വിദ്യാപുരോഗതി, അതിനോടൊപ്പം രോഗമുക്തി. ഈ പറഞ്ഞ ഇത്രയും രംഗങ്ങളിൽ അഭൂതപൂർവമായിട്ടുള്ള വളർച്ച നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മഹാദശ, അന്തർദശ, ജനനസമയത്ത് ആ ഗ്രഹങ്ങളുടെ ദൃഷ്ടി, ഇവയിൽ വരുന്ന ഈ വ്യത്യാസങ്ങൾക്കനുസരിച്ച് അല്പം ചില ഏറ്റക്കുറച്ചിലുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്ന് സംഭവിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നതല്ല. ഈ നല്ല കാര്യക്ഷമതയുള്ള ആളുകൾക്ക്, അതായത് നല്ല സാമർഥ്യമുള്ള ആളുകൾക്ക് ഇവിടെ പറയുന്നതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ഈ വ്യാഴമാറ്റത്തിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ വിപരീത സാഹചര്യങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക്, അതായത് അതിനൊരു ശേഷിയില്ലാത്ത ആളുകൾക്ക് ആദ്യം പറഞ്ഞ ആളുകളുടെ അത്രയും ആ ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല. അത് വ്യാഴമാറ്റത്തിൻ്റെ ഒരു കുറവല്ല, നിങ്ങളുടെ ഒരു പരാധീനതയാണ്. അപ്പോൾ ഈ പറഞ്ഞൊരു നേരിയ വ്യത്യാസം മാത്രമേ അതിൽ നിങ്ങൾക്ക് പ്രകടമാവുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിൽ പറയാൻ പോകുന്ന ഈ 15 നക്ഷത്രക്കാർക്കും മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള നേട്ടങ്ങളും അനുഗ്രഹങ്ങളുമാണ് ഈ വ്യാഴമാറ്റത്തിലൂടെ വന്നു കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്കുള്ള ഈ പരിഹാരങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഏറ്റവും അവസാനം ഒന്നിച്ചു പറയുന്നതാണ്. ഇനി നമുക്ക് ആ 5 രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. മഹാവ്യാഴമാറ്റ പ്രകാരം ഏറ്റവും ആദ്യമായി നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന രാശി ഇടവം രാശിയാണ്. ഈ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ വ്യാഴം നിങ്ങൾക്ക് ജന്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വ്യാഴം 2025 മെയ് മാസം 15-ാം തീയതി നിങ്ങളുടെ 2ാം ഭാവമായ ധനസ്ഥാനത്തേക്കാണ് രാശിമാറ്റം ചെയ്യുന്നത്. ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ധനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ബുധൻ്റെ രാശിയിലേക്കാണ് വ്യാഴം രാശി മാറി വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കാർത്തിക, രോഹിണി, മകീര നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വർഷങ്ങളായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ അത് സഫലമാകുന്നതാണ്. അവർക്ക് ഈ പറയുന്ന എല്ലാവർക്കും ഒരുപോലെ പരിപൂർണമായി അത് നടന്നു കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിന് സംതൃപ്തിയാകുന്ന വിധത്തിൽ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഈ പറഞ്ഞത് ഇവിടെ ഒന്ന് സൂചിപ്പിക്കാതെ പോയാൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഫലങ്ങൾ വരുമെന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ ഇരിക്കും. എന്നാൽ അങ്ങനെയല്ല. തീർച്ചയായിട്ടും പലർക്കും പല രീതിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഇതിലുണ്ടാകുന്നതാണ്. എന്നാൽ ഇത് സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. പ്രത്യേകിച്ചും ഈ അടുത്തൊരു വർഷക്കാലം, വ്യാഴമാറ്റക്കാലം നിങ്ങളുടെ ഒരു സുവർണകാലം തന്നെയായിരിക്കും. പറയാൻ കാരണം, ഈ മിഥുനൻ രാശിയിൽ കർമ്മസ്ഥാനവും ധനസ്ഥാനവും ഉയർന്നു നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ വീഴ്ചകളും നിങ്ങൾക്ക് വരില്ല എന്ന് ഇതിൽ നിന്നും തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ സ്വന്തമായി ഗൃഹനിർമ്മാണത്തിന് അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ഇതൊരു പക്ഷേ സ്വന്തം ഭൂമിയിൽ ഗൃഹം നിർമ്മിക്കുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മറ്റൊരു ഭൂമി മേടിച്ച് അതിൽ
ഈ പറഞ്ഞ പോലെ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതുമാകാവുന്നതാണ്. ഇത് ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ രാശിഫലത്തിൽ കാണുന്നുമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഈ ചെറുപ്പക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നിങ്ങൾക്കുള്ള വിവാഹ തടസ്സങ്ങളെല്ലാം അത്ഭുതകരം എന്നുള്ള രീതിയിൽ മാറിപ്പോകുന്നതാണ്. അതിനെ തുടർന്ന് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചതുപോലുള്ള ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വ്യാഴമാറ്റത്തിൻ്റെ ഫലമായി വന്നു ചേരുന്നതുമാണ്. അതുമാത്രമല്ല, ഈ വർഷാന്ത്യത്തിൽ സർവകാര്യ വിജയവും ശത്രുനാശവുമാണ് നിങ്ങൾക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഉന്നത വ്യക്തികളുമായിട്ട് പരിചയപ്പെടാനും ഒരു വൻ സമ്പത്തിന് അധിപതിയാകാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. ഇത്രയുമാണ് ഇടവം രാശിക്കാർക്ക് ഈ 2025 മെയ് മാസത്തിലെ വ്യാഴമാറ്റ ഫലങ്ങളായിട്ട് നമുക്കിവിടെ രാശിഫലത്തിൽ കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് രാശിഫല പ്രകാരം കിട്ടിയിരിക്കുന്നത് ചിങ്ങം രാശിയാണ്. നിങ്ങളുടെ 11ാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും ഉറപ്പായിട്ടും നിങ്ങൾക്ക് വന്നു കിട്ടുന്നതാണ്. അതായത് ഈ ദീർഘകാലമായിട്ട് നിങ്ങൾ മനസ്സിൽ നടക്കാതെ കൊണ്ടു നടന്ന ആഗ്രഹങ്ങളെല്ലാം ഈ വരുന്ന വ്യാഴമാറ്റത്തോടു കൂടി നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. ഇത് വാസ്തവം പറഞ്ഞാൽ ഇത് നടന്നു കിട്ടുന്നതാണ് എന്ന് പറയുന്നതിലും ശരി, നിങ്ങൾ നടത്തിയെടുക്കുന്നതാണെന്ന് വേണം പറയാൻ. ഇത് പറയാൻ കാരണം നിങ്ങൾക്കുണ്ടായ പല വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്ത തിക്താനുഭവങ്ങളിൽ നിന്നുമെല്ലാം നിങ്ങൾ നന്നായിട്ട് പാഠം ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളെ ആർക്കും തോൽപ്പിക്കാനാകില്ല. നല്ല തോതിലുള്ള മാനസിക ശക്തികൾക്ക് ഉടമയായി നിങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ ദമ്പതികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന ദാമ്പത്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പുതിയൊരു ദാമ്പത്യ ജീവിതം നിങ്ങൾ ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കർമ്മ മേഖലയിൽ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാനായി അനുമതി ലെറ്റർ കിട്ടുന്നതുമാണ്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ വളരെയധികം സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് വളരെ വ്യക്തമായി തന്നെ നമ്മുടെ ഇവിടെ രാശിഫലത്തിൽ കാണുന്നുണ്ട്. അതിനോടൊപ്പം ഈ കല, വിദ്യാഭ്യാസം, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്യാദി രംഗങ്ങളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിക്കാൻ നിങ്ങളിൽ പലർക്കും അവസരം വന്നു ചേരുന്നതുമാണ്. അതിനോടൊപ്പം ഈ വിദേശയാത്ര, ദേവാലയ ദർശന യോഗം എന്നിവയെല്ലാം നിങ്ങൾക്ക് ഈ രാശിഫലത്തിൽ കാണുന്നുണ്ട്. മറ്റൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു പറയാനുള്ളത്, നിങ്ങൾക്കെതിരെയുള്ള ശത്രുദോഷങ്ങൾ അത് പരിപൂർണമായി നിങ്ങളെ വിട്ടുപോകുന്നതാണ്. അതിപ്പോൾ ജോലി സ്ഥലത്താകട്ടെ, സമൂഹത്തിലാകട്ടെ, അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയിലുമായിക്കോട്ടെ, അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ഈ വ്യാഴമാറ്റത്തോടു കൂടി ഉണ്ടായിക്കിട്ടുന്നതാണ്. അതുമാത്രവുമല്ല, നിങ്ങളുടെ മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായി നിങ്ങൾ അലട്ടിക്കൊണ്ടിരുന്ന ആ സർവ്വവ്യാധികളും അത് നിങ്ങളെ വിട്ടകന്നു പോകുന്നതാണ്. ഒരുപക്ഷെ ഇത് ഇപ്പോൾ പരിപൂർണമായിട്ട് വിട്ടൊഴിഞ്ഞില്ലെങ്കിൽ പോലും വളരെ വലിയൊരു ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പൊതുവെ നോക്കിയാൽ ഈ ചിങ്ങം രാശിക്കാർക്ക് ഏകദേശം 90% സന്തോഷവും സമാധാനവും ദാമ്പത്യ വിജയവും അതിനോടൊപ്പം സമ്പത്തും ഈ വ്യാഴമാറ്റത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് തന്നെയാണ് രാശിഫലത്തിൽ കാണുന്നത്. ഇതിപ്പോൾ ഇത്ര കൃത്യമായിട്ട് ഇവിടെ എടുത്തു പറയാൻ കാരണം അഷ്ടമത്തിൽ മൂലത്രികോണ സ്ഥാനാധിപതിയായിട്ടാണ് വ്യാഴം നിങ്ങൾക്ക് കടന്നു വരുന്നത്. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചെല്ലാം ഏറ്റവും അവസാനം ഒന്നിച്ചു പറയുന്നതാണ്. ഇനി അടുത്തത് മൂന്നാമതായിട്ട് വരുന്ന രാശി തുലാം രാശിയാണ്. ഇതിൽ വരുന്ന നക്ഷത്രക്കാർ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ സർവാഭിഷ്ട സ്ഥാനത്തേക്കാണ് വ്യാഴം കടന്നു വരുന്നത്. ആയുരാരോഗ്യ സൗഖ്യം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടായി കിട്ടുന്നതാണ്. അതുമാത്രവുമല്ല, വരുന്ന ഒരു വർഷം മുഴുവനും പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ മാറി മാറി നിങ്ങളെ തൊട്ടു തലോടി മുന്നോട്ട് പോകുന്നതാണ്. ഒരു പക്ഷേ ഈ സമയം നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയേക്കാം. അതായത് എനിക്ക് ഇത്രയധികം മൂല്യമുണ്ടോ, അല്ലെങ്കിൽ ഇത്രയധികം ആളുകൾ എന്നെ ബഹുമാനിക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ, ആദരിക്കുന്നുണ്ടോ എന്നെല്ലാം സംശയിച്ചു പോകുന്ന ഒരു സന്ദർഭവും നിങ്ങൾക്കുണ്ടായിത്തീരുന്നതാണ്. ഇത് പറയാൻ കാരണം ഈ വ്യാഴം നിങ്ങൾക്ക് അത് അത്യുച്ചത്തിൽ പരിപൂർണ ബലവാനായിട്ടാണ് വന്നു നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ 9ാം ഭാവത്തിലേക്കാണ് ഈ വ്യാഴമാറ്റം നടക്കുന്നത്. അതുമാത്രവുമല്ല, ഈ മിഥുനം രാശിയുടെ അധിപൻ ബുധനാണ്. അത് നിങ്ങൾ ഈ തുലാം രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഭാഗ്യാധിപതിയുമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഭാഗ്യാധിപതിയായ ബുധൻ്റെ രാശിയിലേക്ക് വ്യാഴമെത്തുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന സർവ്വ ആദിവ്യാധികളും ഇതോടുകൂടി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകുന്നതാണ്. പ്രത്യേകിച്ചും ഇതിൽ വിവാഹത്തിനായിട്ട് കാത്തിരിക്കുന്ന യുവതി യുവാക്കൾക്ക് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അസുലഭ ബന്ധം വന്നു ചേരുന്നതാണ്.
ഇതിൽ ദമ്പതികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ദീർഘകാലമായിട്ട് സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ട് ചികിത്സ എടുത്ത് അതിലൊരു പുരോഗതിയും കാണുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന ആ ഭാര്യ ഭർത്താക്കന്മാർക്കെല്ലാം അത്ഭുതം എന്നോണം സന്താന സൗഭാഗ്യം വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മസ്ഥാനത്തേക്കൊന്ന് നോക്കുകയാണെങ്കിൽ നിലവിലുണ്ടായിരുന്ന ജോലിയിൽ പ്രൊമോഷനോട് കൂടിയിട്ടുള്ള സ്ഥാനമാറ്റം, അതായത് സ്ഥലം മാറ്റം ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. ഇതിപ്പോൾ സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും ശരി, ഉന്നത നിലയിലുള്ള ഒരു കർമ്മ മേഖല നിങ്ങളുടെ അനുഭവത്തിലേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് നിങ്ങളെ ആരോഗ്യ സംബന്ധമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന ചില പ്രശ്നങ്ങളെല്ലാം അത് ഈ വ്യാഴമാറ്റത്തിന് ശേഷം വരുന്ന 3 മാസങ്ങൾക്കകം ഏകദേശം പരിപൂർണമായി തന്നെ ശുഭമായി പര്യവസാനിക്കുന്നതാണ്. അതുമാത്രവുമല്ല, ഇതിൽ മുതിർന്ന ആളുകൾക്ക് ആയുരാരോഗ്യ ഭാഗ്യം കൈവരുന്നതോടുകൂടി നിങ്ങളുടെ പല ചികിത്സകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതുമാണ്. ഈ പറഞ്ഞത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഇതുവരെയുള്ള ആ ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നിങ്ങൾക്ക് കാലെടുത്ത് വയ്ക്കാവുന്ന ഒരു അവസ്ഥയാണ് ഈ വ്യാഴമാറ്റം മുതൽ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. ഈ പറഞ്ഞത് ഈ രാശിഫലത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ കാണുന്നുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മമേഖലയിൽ നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിലേക്കൊന്ന് നോക്കിയാൽ അതിപ്പോൾ ചെറുകിട ബിസിനസ് ആകട്ടെ വൻകിട ബിസിനസ്സും ആയിക്കോട്ടെ, എടുത്തു പറയത്തക്ക മാറ്റങ്ങൾ ഉറപ്പായിട്ടും വന്നു ചേരുന്നതാണ്. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ തുലാം രാശിക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യാഴമാറ്റ ഫലമായിട്ട് ഇവിടെ എടുത്തു പറയാനുള്ളത്. ഇനി അടുത്തത് ഈ 2025 മെയ് മാസത്തിൽ ആ വ്യാഴമാറ്റത്തിൻ്റെ പരിപൂർണ ഫലം ലഭിക്കുന്ന 4ാമത്തെ രാശിയായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ധനുരാശിയാണ്. ഈ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം നിങ്ങളുടെ 6ാം ഭാവത്തിൽ നിന്നും 7ാം ഭാവത്തിലേക്ക്, അതായത് കേന്ദ്രഭാവത്തിലേക്കാണ് രാശിമാറ്റം ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ മൂലം പുരാടം ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രാശിയുടെ അധിപനും ലഗ്നാധിപതിയും നിങ്ങൾക്ക് വ്യാഴമാണ്. ഇതിപ്പോൾ ഈ പറഞ്ഞത് നിങ്ങളുടെ ജനനസമയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെങ്കിൽ പോലും പ്രത്യക്ഷമായും പരോക്ഷമായും ഈ ഗുരുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഈ 3 നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു പറയത്തക്ക സ്വാധീനങ്ങൾ ചെലുത്തുന്നതാണ്. ഇതിപ്പോൾ ഗൃഹനിർമ്മാണമാകട്ടെ, വസ്തുക്കച്ചവടമാകട്ടെ, ഇത് പൊതുപ്രവർത്തനമാകട്ടെ എന്നിവയെല്ലാം ഉറപ്പായിട്ടും നിങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മസ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് കൊണ്ടുതരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്ന് വെച്ചാൽ 2ഓ അതിലധികമോ ബിസിനസ് സംരംഭങ്ങൾ നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഈ നിലവിലൊരു ജോലി ഉണ്ടെങ്കിൽ പോലും മറ്റാളുകളുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് മറ്റൊരു സൈഡ് ബിസിനസ് ആരംഭിക്കുന്നത്, അതിൽ നിന്നും നിങ്ങൾക്ക് പ്രവചനാതീതമായിട്ടുള്ളൊരു സമ്പത്തിൻ്റെ ഒരു ഒഴുക്ക് വന്നു ചേരുന്നതുമാണ്. ഈ പറഞ്ഞത് ഈ രാശിഫലത്തിൽ വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതിൽ ഊഹക്കച്ചവടം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചൊന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇത്രയും നാളത്തെ ആ ജീവിതത്തിനിടയിൽ ഒരിക്കലും നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു ഊഹക്കച്ചവടം ഈ വ്യാഴമാറ്റത്തിനുള്ളിൽ നിങ്ങൾക്ക് വന്നു കിട്ടുന്നതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഇതിൽ ഈ വിദേശ ജോലിക്കായിട്ട് കാത്തിരിക്കുന്നവർക്കെല്ലാം ഈ വ്യാഴമാറ്റത്തിന് ശേഷം നിങ്ങൾക്ക് അവിടെ ജോലി ലഭിക്കുമെന്ന് മാത്രമല്ല, അവിടെ സ്വന്തമായി സ്ഥലമോ കെട്ടിടമോ നിങ്ങൾക്ക് വാങ്ങിക്കാനും സാധിക്കുന്നതാണ്. വാസ്തവം പറഞ്ഞാൽ കഴിഞ്ഞ വ്യാഴമാറ്റം നിങ്ങൾക്ക് 6ാം ഭാവത്തിലായതുകൊണ്ട് തന്നെ മനസ്സിനൊരു ഫുൾ ഫിൽനെസ് ഉണ്ടായിട്ടില്ല എന്ന് തീർച്ചയായിട്ടും പറയാവുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു സംതൃപ്തി ഇല്ല, എന്നാൽ അത്ര കുഴപ്പമില്ലാതെ അങ്ങോട്ട് മുന്നോട്ട് പോയി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു ഒരു ആകമാനം നിങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ നിങ്ങളുടെ 7ാം ഭാവത്തിലേക്കുള്ള ഈ വ്യാഴത്തിൻ്റെ പകർച്ച ആരംഭിക്കുമ്പോൾ പല വിധത്തിലുള്ള മാനസിക, ശാരീരിക, സാമ്പത്തിക ഗുണങ്ങളും തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ വ്യാഴമാറ്റം വെളിച്ചം കൊണ്ടുവരുന്നതാണെന്ന് പറയുകയാണ് കൂടുതൽ ശരി. നിങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളെല്ലാം ഏറ്റവും അവസാനം ഒന്നിച്ച് പറയുന്നതുമാണ്. ഇനി അടുത്തത് 5ാമതായി വ്യാഴമാറ്റം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്ന രാശി നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കുംഭം രാശിയാണ്. ഈ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം നിങ്ങളുടെ 5ാം ഭാവമായ പൂർവ്വ പുണ്യസ്ഥാനത്തേക്കാണ് രാശിമാറ്റം ചെയ്തു വരുന്നത്. അതായത് ഏറ്റവും അധികം ഈശ്വരാനുഗ്രഹം ഒരുവന് തരുന്ന ഗ്രഹമാണ് ഈ വ്യാഴം എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ ബുധൻ്റെ രാശിയായ മിഥുനത്തിലേക്ക് രാശിപ്പകർച്ച ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ നിങ്ങൾക്ക് സർവ്വവിധ സൗഭാഗ്യങ്ങളും ആരംഭിക്കുകയായി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഈശ്വരാനുഗ്രഹം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ വ്യാഴമാറ്റത്തോടു കൂടി നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന പല സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അത് വെളിച്ചത്തിലേക്ക് വരുന്നതാണ്.
പ്രത്യേകിച്ചും ഈ രാശിയിൽ സന്താന സൗഭാഗ്യങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്ന ദമ്പതികൾക്കെല്ലാം അവരുടെ ആഗ്രഹം സഫലമായി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വിദേശത്തുള്ള നിങ്ങളുടെ മക്കളുടെ ഒപ്പം പോയി താമസിക്കണമെന്ന് ദീർഘകാലമായിട്ട് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്കെല്ലാം അവരുടെ ആഗ്രഹം സഫലമായി കിട്ടുന്നതാണ്. ഇനി മറ്റൊരു കാര്യം ഇവിടെ പ്രത്യേകം എടുത്തു പറയാനുള്ളത് നിങ്ങളുടെ ആഡംബര ജീവിതമാണ്. ഇത് ഈ വ്യാഴമാറ്റത്തോടു കൂടി ഒരു പക്ഷേ ഈ 2025 വർഷം മുഴുവനും, അങ്ങനെ ഈ മുഴുവനും എന്ന് പറയുന്നതിലും തെറ്റു പറയാനാകില്ല. എന്തുകൊണ്ടെന്നാൽ ഈ പല വിധത്തിലുള്ള ആഡംബര വസ്തുക്കളും നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതാണ്. അത് പല പ്രാവശ്യമായിട്ടും വന്നു ചേരുന്നതുമാണ്. വാസ്തവം പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പണം കൈകാര്യം ചെയ്ത് ജീവിതം ആസ്വദിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ വരുന്ന വ്യാഴമാറ്റത്തോടു കൂടിയാണ്. ഇതിപ്പോൾ ഈ പറഞ്ഞത് നിങ്ങളുടെ ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇത്രയധികം സൗഭാഗ്യം ഇതിനു മുൻപ് നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ല. ഇത് ഈ പറഞ്ഞത് നിസ്സംശയം പറയാവുന്നതാണ്. ഇതിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപരിപഠനത്തിന് ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. അതുമാത്രവുമല്ല, ഈ പഠിച്ച വിഷയങ്ങൾ മറന്നു പോകുന്നു എന്നുള്ള നിങ്ങളുടെ ആ ഒരു പരാതിയും ഇതോടുകൂടി തീർന്നു കിട്ടുന്നതാണ്. പരീക്ഷകളിൽ ഉന്നത വിജയം വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഈ രാശിക്കാർക്ക് പൊതുവായിട്ട് പറഞ്ഞാൽ ആഗ്രഹ സാഫല്യം, ഗൃഹനിർമ്മാണം, ആയുരാരോഗ്യ സൗഖ്യം, വിദേശവാസം, വിവാഹം, ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്യാഴം രാശി മാറുന്നതിൻ്റെ ഫലമായിട്ട് ഉറപ്പായിട്ടും വന്നു കിട്ടുന്നതാണ്. പ്രത്യേകം ഓർക്കുക, ഇത് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രായഭേദം അനുസരിച്ച് ഓരോരോ സൗഭാഗ്യങ്ങളായിട്ടായിരിക്കും നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ കുംഭം രാശിക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ 2025 വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയാനുള്ളത്. ഇനി പറയാൻ പോകുന്നത് ഈ പറഞ്ഞ 5 രാശികളിലായി വരുന്ന 15 നക്ഷത്രക്കാർക്കും വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നാണ്. നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും നടത്തേണ്ടതാണ്. ഇത് ഈ പറഞ്ഞ ക്ഷേത്ര ദർശനം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 മെയ് മാസം 1-ാം തീയതി തൊട്ട് അങ്ങോട്ട് ഈ പറഞ്ഞ ക്ഷേത്ര ദർശനം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പക്ഷേ സമയക്കുറവുകൾ മൂലം അതിന് നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ ഓരോ മാസവും വരുന്ന വ്യാഴാഴ്ച ദിവസങ്ങളിൽ അതിരാവിലെ മഹാവിഷ്ണു സന്താന ഗോപാല മൂർത്തിയായിരിക്കുന്ന ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവിടെ നിങ്ങളെക്കൊണ്ടാകുന്നത് പോലുള്ള ഒരു വഴിപാട് കൊടുക്കാനായാൽ അതിൻ്റെ പുണ്യം വളരെ വലുതായിരിക്കും നിങ്ങൾക്ക്. അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കൽ ഈ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ അത് അത്യുത്തമമായിരിക്കും. മാത്രമല്ല അവിടെ എള്ളുതിരി വഴിപാടായിട്ട് കൊടുക്കുകയുമാകാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ പറയാനുള്ളത് നിങ്ങളെക്കൊണ്ടാകുന്നത് പോലുള്ള ദാനധർമ്മങ്ങൾ, അതും ഈ നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് അത്യുത്തമമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മേൽ നിലനിന്നിരുന്ന ഒട്ടുമിക്ക ദോഷങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മോചനം കിട്ടുന്നതാണ്. ഇപ്പോഴിവിടെ ഈ 2025 മെയ് മാസം 15-ാം തീയതിയിലെ ആ വ്യാഴമാറ്റ ഫലമായി 5 രാശികളിലായി വരുന്ന 15 നക്ഷത്രക്കാർക്ക് അത് എപ്രകാരം ബാധിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. വരുന്ന നവരാത്രി പൂജയിലേക്ക് ഉൾപ്പെടുത്തേണ്ട ആളുകളുടെ പേരും ജന്മനക്ഷത്രവും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ അത് ഇതുവരെയുള്ള ആ ലിസ്റ്റിലേക്ക് ഒപ്പം ചേർത്ത് പകർത്തിയെടുക്കുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.